ഹലോ, ഈസി ടേസ്റ്റി ക്യൂസിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു VFC ആണ് ഉണ്ടാക്കുന്നത്, അതായത് വീട്ടിലെ ഫ്രൈഡ് ചിക്കൻ. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ചിക്കൻ നല്ല കഴുകി അതിനുവേണ്ടി വാർന്ന് വെള്ളം പോകാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് ഇത് കഴുകുന്നതിനായിട്ട് നമ്മൾ ചിക്കൻ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് കഴുകാറുണ്ട്. പക്ഷെ അതിൽ ഇച്ചിരി ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കഴുകുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ ആ ഉളുമ്പ് നാറ്റം, അത് ചിക്കനായാലും മീനായാലും അങ്ങനെ ഇത് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ചിക്കനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് പാല്. ഇത്രയും പാല് വേണമെന്നില്ല, കുറച്ച് അല്പ പാല്. ഒരു 1/4 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. ഒരു നാരങ്ങ നീരും എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ ഉപ്പുകൂടി ഇട്ട് കൊടുക്കണേ. നല്ലപോലെ ഇളക്കി ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനിരുന്നു കേട്ടോ. ഇങ്ങനെ നമുക്ക് അനക്കാതെ വെച്ചേക്കാം. ആ സമയത്താണ് നമുക്ക് ഇതിനുള്ള പൊടികൾ തയ്യാറാക്കാം കേട്ടോ. ഇത് മുക്കി പൊരിക്കാൻ ആവശ്യമായിട്ടില്ലേ, നമ്മൾ മുക്കി പൊരിക്കില്ല. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മൈദാപ്പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് 1/2 കപ്പ് ഉഴുന്ന് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഉഴുന്ന് നമ്മൾ സാധാരണ മിക്സിയിൽ അടിച്ച് പൊടിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. നമ്മൾ ഓൾറെഡി ചിക്കന് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ, മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. ഇത് നല്ലപോലെ എല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചിക്കനിലേ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്രയും മതി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇനി കളർ വേണം, നല്ല കളർ വേണം, മുളക് പൊടിയുടെ ഒക്കെ അളവ് കൂട്ടാം കേട്ടോ. ചിക്കൻ മുക്കി പൊരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് 2 മുട്ട പൊരിച്ചു കൊടുക്കാം. മുട്ടയിന് വേണമെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ. ഇപ്പം തൽക്കാലം 2 മുട്ട മതി. നമ്മൾ പാൻ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ഇതിൽ എല്ലാവർക്കും അറിയാമായിരിക്കും, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. നമുക്ക് അല്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം നമുക്കൊന്ന് മുങ്ങി വരാനുള്ള എണ്ണ വേണം. സാധാരണ ഇതിൽ ഞാൻ അധികം എണ്ണ എടുക്കുന്ന ആളല്ല, പക്ഷെ ഇതിന് കുറച്ചൊരു എണ്ണ വേണമല്ലോ, അതുകൊണ്ട് ഒരല്പം എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. മതിയാവും, എണ്ണ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അതവിടെ ഇരുന്ന് ചൂടായിക്കോട്ടെ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് ഓരോന്നായിട്ട് നമുക്കിതിലിട്ട് കൊടുക്കാം. ആദ്യം മാവിൽ മുക്കിയിട്ട് അതൊന്ന് മുക്കുമ്പോൾ തന്നെ ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് അണ്ണീവനാക്കി കൊടുക്കണം. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? കാരണം KFCക്ക് കുറച്ച് ഇങ്ങനെയല്ലേ ഇരിക്കണേ, ഒന്ന് അവിടെ ഇവിടെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇത് മുട്ടയിൽ മുക്കുക. മുട്ടയിൽ അപ്പോൾ ഒരു കോട്ടിങ് ആയി, ഒരു പ്രാവശ്യത്തെ കോട്ടിങ് ആയി. എന്നിട്ട് വീണ്ടും മാവിൽ മുക്കുക. നമുക്കിവിടെ മാറ്റി വെക്കാം. അടുത്ത ചിക്കൻ എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ മാവിൽ മുക്കുന്നുണ്ട്, എന്നിട്ട് മുട്ടയിൽ മുക്കുന്നുണ്ട് 2ാമത്തെ പ്രാവശ്യം. വീണ്ടും ഒന്നുകൂടെ മാവിൽ മുക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ കിട്ടും. ഒരു മുട്ട അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചൊന്ന് ഇതാക്കണേ, നല്ലപോലെ യോജിപ്പിക്കണം കേട്ടോ. അപ്പം നമുക്ക് വറക്കാനായിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു 4 പീസ് ചിക്കൻ അധികം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 1/2 ഗോതമ്പ് മാവ്, 1/2 മൈദാ മാവ്, 1/2 ഉഴുന്ന് പൊടിച്ചതുകൊണ്ട് എടുത്തേക്കുന്നത്. അപ്പം 4 പീസിന് അധികം വന്നത് കുറച്ചുകൂടെ വേണ്ടി വരും മാവ്. ഇത് നമ്മൾ അരമണിക്കൂറേ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന, സോഫ്റ്റ് ആകാൻ വെച്ചിരുന്ന ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് ആകും കേട്ടോ, പെട്ടെന്ന് വേഗം. അടിപൊളിയല്ലേ നമ്മുടെ വീട്ടിലെ ചിക്കൻ ഫ്രൈ, അല്ല വീട്ടിലെ ഫ്രൈഡ് ചിക്കൻ. ഈ വറക്കാനൊക്കെ ഉള്ളതൊന്ന് തീ കൂട്ടിയിട്ട്, അതായത് തീ ഒന്ന് തിളച്ച് നിൽക്കുമ്പോഴേ ഇടാവുള്ളൂ കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം, ഒന്ന് വേഗം ഇട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മുടെ വീട്ടിലെ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ മയണൈസ് ഉണ്ട്. മയണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഇടാം. ഇതിൽ നമ്മൾ ഇത് ഉഴുന്ന് ചേർക്കുന്നില്ല. ഉഴുന്ന് ചേർക്കുന്നതിന് മുമ്പ് ഉഴുന്നൊന്ന് ചെറുതായിട്ട് വറുത്തിട്ട് വേണം പൊടിക്കാനായിട്ട് കേട്ടോ. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് ഗോഡ് ബ്ലെസ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, 2 പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളെ കഴിച്ച് കാണിക്കാത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്.